once again. Hello guys, welcome back to the channel. സോ നമ്മളിന്ന് അടിപൊളി ഒരു ട്രിപ്പിന് പോവാണ്. ഏകദേശം നമ്മൾ ഈ ഒരു വെക്കേഷനിൽ 3 രാജ്യങ്ങളാണ് ഒരുമിച്ച് കവർ ചെയ്യാൻ പോണത്. അധികം നമുക്ക് ടൈമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഓൾ റൗണ്ട് വാക്ക് റൗണ്ട് വീഡിയോ ആണ്. ഒരു 3 കൺട്രി, അത് അമേസിങ് ആയിട്ട് ഏകദേശം 300 കൊല്ലം മുമ്പ് 1700 കാലഘട്ടത്തിൽ തന്നെ ഏകദേശം പെർ ക്യാപിറ്റ GDP നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, ഇപ്പോഴും നമുക്ക് ഇന്ത്യയിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത 2500-3000 പെർ ക്യാപിറ്റ GDP ഉള്ള വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള, ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള, പ്രൗഡസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഫസ്റ്റ് ഞാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ തലസ്ഥാന നഗരിയിലോട്ടാണ് ഞാൻ ഇപ്പോൾ ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയാണ്. കോപ്പൻഹാഗൻ CPH എയർപോർട്ടിലാണ്. നമ്മൾ ടെർമിനൽ 2 മുമ്പിലാണ്. ആക്ച്വലി ഞാൻ ഇന്നലെ രാത്രി നൈറ്റ് എത്തിയതാണ് ഇവിടെ. നമ്മുടെ നാടുമല്ല, ഇവിടെ എയർപോർട്ടിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ, ഒരു പാസും ഇല്ലാതെ, ഒരു ബോർഡിംഗ് പാസും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഒരു കാർഡും ഇല്ലാതെ നമുക്ക് ടെർമിനലിനകത്ത് കയറാൻ പറ്റും. സെക്യൂരിറ്റി ചെക്ക് ഇൻ ഏരിയയിലല്ല, നമ്മൾ നോർമൽ വെയിറ്റിംഗ് ഏരിയ. ഇപ്പം നമ്മുടെ കൊച്ചി എയർപോർട്ടിലായാലും ട്രിവാൻഡ്രം ആയാലും ഒരു ഗേറ്റ്, അതിനകത്ത് നമ്മുടെ ബോർഡിംഗ് പാസും നമ്മുടെ ID കാർഡും കാണിച്ചാൽ മാത്രമേ കയറ്റുള്ളൂ. ഇവിടെ അതുപോലെയല്ല. തണുപ്പ് മേ ബി വിന്റർ സീസണും ഇപ്പം നിയർലി വെദർ ഇറ്റ്സ് ലൈക്ക് നിയർലി 0 ആണ്. മേ ബി ഐ തിങ്ക് ഫീൽസ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് 1 to 2 ഐ ഗെസ്സോ. അധികം തണുപ്പൊന്നുമില്ല. ആസ് എ ഡെൻമാർക്ക്, ആസ് എ എക്സ്പീരിയൻസ്ഡ് ഗൈ ഇൻ ഡെൻമാർക്ക്, ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് സോ കംഫർട്ടബിൾ ഫോർ മീ നൗ. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല ലേയേഴ്സ് ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ ടെർമിനൽ 2 മുമ്പിലാണ്. ഞാൻ ആക്ച്വലി ടെർമിനൽ ഇന്നലെ നൈറ്റ് എത്തിയതാണ്. ഇവിടെ ഇതിനകത്താണ് ഒരു ബെഞ്ചിൽ അടിപൊളിയായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പോൾ എണ്ണീറ്റേ ഉള്ളൂ. ഏകദേശം 15 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ബോർഡിംഗ് പാസ് കിട്ടും. ഇവിടെ 2 hours മുമ്പേ കിട്ടുള്ളൂ. മേ ബി എൻ്റെ ബഡ്ജറ്റ് എയർലൈൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയൊരു ബാക്ക് പാക്ക് യൂസ് ചെയ്തത്. ബിക്കോസ് ബഡ്ജറ്റ് എയർലൈൻസ്, ഐ വിൽ ഷോ യു ദ ബാഗേജ് പോളിസീസ് ആൻഡ് ഓൾ. ഞാനിപ്പോൾ ഫ്ലൈ ചെയ്യാൻ പോകുന്നത് എൻ്റെ നിയർലി 11ാമത്തെ എയർലൈൻ ആണെന്ന് തോന്നുന്നു. മേ ബി 11ഓ 12ാമത്തെ എയർലൈൻ കമ്പനിയിലാണ് ഞാൻ ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് ആൾസോ അമേസിങ് ഫോർ മീ. ഞാൻ അത്രയും കമ്പനിയിൽ, ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ എയർലൈൻസിലും ഞാൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. സോറി, വിസ്താര ഐ മിസ്. നെക്സ്റ്റ് ടൈം എന്തായാലും വിസ്താരയിൽ നിന്ന് ട്രാവൽ ചെയ്യണം എന്ന് ഞാൻ കരുതുന്നു. സോ ഐ എം ജസ്റ്റ് റോക്കിംഗ് വിത്ത് ദിസ് യൂറോപ്യൻ എയർലൈൻസ് നൗ. കറന്റ്ലി ഞാൻ കുറേ ട്രിപ്പ് പ്ലാനിങ്ങിലാണ്. ആസ് വി ഹാവ് ഗോട്ട് ദ best visas on the world. It's Schengen visa. We can travel everywhere, and also a resident to a Schengen country. നമുക്ക് നമ്മുടെ കാർഡ് ഉണ്ടെങ്കിൽ എവിടെ വേണേലും ഡൊമസ്റ്റിക് പോലെ ട്രാവൽ ചെയ്യാം. ദാറ്റ്സ് ദ ബെസ്റ്റ് പോളിസി എവർ. രാജ്യങ്ങൾ തമ്മിൽ ബൗണ്ടറികളില്ല, ശത്രുതയില്ല. എവറിത്തിങ് ഇറ്റ്സ് വെരി കൂൾ. നമ്മൾ കാർ ഓടിച്ചു പോവുകയാണെങ്കിൽ നോ ചെക്ക് പോയിന്റ്, നത്തിങ്. സോ ഐ തിങ്ക് ഒരു 10 ഇപ്പോൾ 6:55 ആയി. 7:5 നമ്മുടെ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യും. പാസ് നമുക്ക് കളക്ട് ചെയ്യാം, ബാഗേജ് ഡ്രോപ്പ് ചെയ്യേണ്ട. ഇതിപ്പോൾ ആക്ച്വലി എൻ്റെ ബാഗ് വലുതാണ്, നിയർലി 10 സെൻറ്റിമീറ്റർ ഇവരുടെ പോളിസി വെച്ച് വലുതാണ്. എന്നാലും നമുക്ക് ഒന്ന് സ്നിപ്പ് ചെയ്ത് നോക്കാം. മേ ബി ഒന്ന് കംപ്രസ് ചെയ്താൽ അതിനകത്ത് ഇരിക്കേണ്ടതാണ്. ഇവിടെ ഒരു ട്രേ ഉണ്ട്. ഐ വിൽ ഷോ ദ പോളിസീസ് ഓവർ ഹിയർ. ടെക്നോളജി ദാറ്റ് ഇൻസ്പയർസ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ ബിറ്റ്സിൽ വരെ വണ്ടർഫുൾ എന്താ പറയുക, ടെക്നോളജിയാണ് ഇവരൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാവും പോലും ഇല്ല ഇവർ ഇത്ര അഡ്വാൻസ്ഡ് ആണ്. സോ ഇതാണ് ഞാൻ പറയുക. ഇപ്പോൾ ഞാനിപ്പോൾ ടെർമിനൽ 2 ഈ ഗേറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ എയർപോർട്ടിനുള്ളിലാണ്. നമ്മുടെ നാട്ടിലിത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. മേ ബി ഈ ഇങ്ങനെ കറങ്ങണ ഇതിനെന്താ പറയണമെന്ന് എനിക്ക് അറിയില്ല. സോ ഒഫീഷ്യലി നമ്മളിപ്പോൾ എയർപോർട്ടിനകത്തെത്തി വിത്തൗട്ട് എനി ക്വയറീസ്.
സോ ചിക്കൻ കൗണ്ടേഴ്സൊക്കെ ഗായ്സ് ഇപ്പോൾ സപ്പോർട്ടായി. എനിക്കാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റും ടെൻഷനും കൊണ്ട് ഇന്നലെ തൊട്ടേ തുടങ്ങിയതാണ്. തലയ്ക്കാണ് ഒരു സ്ഥിരതയില്ല. ബിക്കോസ് ഐ എം സോ മച്ച് എക്സൈറ്റഡ്. എൻ്റെ ഫോൺ ഇപ്പോൾ കാണാതെ പോയി. ഞാൻ ആക്ച്വലി 2 ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഐഫോൺ അല്ല, പറഞ്ഞ ഐഫോൺ അല്ല, അത് ഐഫോൺ ഹൈറ്റർ അല്ല. ബിക്കോസ് ഐ ഫീൽ കംഫർട്ടബിൾ വിത്ത് ആൻഡ്രോയിഡ്. സോ ഞാൻ എൻ്റെ ഫോണ് നേരത്തെ sorry, I got it. It wasn't mine. Thank you. So, ഇപ്പോൾ ബോർഡിംഗ് ഗേറ്റ് ഓപ്പൺ ആയി. ഞാൻ 10-20 മിനിറ്റായിട്ട് എയർപോർട്ടിൽ ഞാൻ ഇരുന്ന സ്ഥലമെല്ലാം നോക്കായിരുന്നു. ഞാനത് അംബ്രല്ല ഹോൾഡറിനകത്തിട്ടേക്കുമായിരുന്നു എൻ്റെ ബാഗിൽ. സോ മച്ച് ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. കാരണം എനിക്ക് പെട്ടെന്ന് ഫ്ലൈറ്റ് മിസ്സാകുമോ എന്നുള്ള ഫീൽ. കാരണം ഞാൻ നേരത്തെ വന്നാൽ മിസ്സാവായിരിക്കാൻ. എന്നിട്ട് നമ്മുടെ ഈ ഫോൺ എന്തായാലും എനിക്ക് ഇമ്പോർട്ടൻ്റാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഫ്ലൈറ്റും ട്രിപ്പും ഒന്നുമല്ല. ബിക്കോസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ലാക്സ് വാല്യൂ ഓഫ് ഡാറ്റ ഇൻ ഇറ്റ്. സോ ഇറ്റ്സ് മൈ ലൈഫ്. ഇവിടെ ഗ്രീൻലാൻഡിൻ്റെ ഓപ്പൺ ആയിട്ടുണ്ട്. ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ക്യാബിൻ ബാഗ് ഒന്ന് നോക്കാം. നമുക്ക് ക്യാബിൻ ബാഗ് പോളിസീസ് ഓഫ് EasyJet എയർലൈൻസ് ഞാൻ കാണിക്കാം. ആക്ച്വലി അങ്ങോട്ട് പ്രവേശനം, ഞാൻ ഇവിടെ വന്ന് എൻ്റെ ബോർഡിംഗ് പാസ് ഒരു ഫോണിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ റെക്കോർഡ് ആവുന്നുണ്ടല്ലോ അല്ലേ. ഇവിടെ ഞാൻ വാലറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് മൈ ബോർഡിംഗ് പാസ്. സോ EasyJet ഞാൻ ട്രാവൽ ചെയ്യുന്നൊരു ബഡ്ജറ്റ് എയർലൈൻസ് ആണ്. നമ്മുടെ ബാഗ് ഇതിനകത്ത് ഇരിക്കണം. അതാണ് ഇവരുടെ സൈസ് ഉണ്ടോ. 1 സ്മാൾ ബാഗ് അണ്ടർ സീറ്റാണ്, അല്ലാതെ മേളിൽ റോയിൽ വെക്കുന്നതല്ല. 45 into 36 into 20 centimeter. It's small bag. ഈവൻ നമ്മുടെ ഇന്ത്യയിൽ ബഡ്ജറ്റ് എയർലൈൻ എടുത്താൽ നമുക്കെല്ലാം ക്യാബിൻ ബാഗ് ഇറ്റ്സ് നോർമൽ ഒരു ക്യാബിൻ സൈസ് ബാഗ് ആയിരിക്കും. ബട്ട് ഇൻ യൂറോപ്പ് ദ എക്കോണമി ചീപ്പ് ബഡ്ജറ്റ് എയർലൈൻ പ്രൊവൈഡ് ഓൺലി ദിസ് ആൻഡ് സം എയർലൈൻ ലൈക്ക് ദിസ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ വലുതായിട്ട് തോന്നും, പക്ഷെ നമ്മുടെ ബാഗ് അതിനകത്ത് ഫിറ്റ് ആവില്ല. എൻ്റെ ഈ ബാഗ് ആക്ച്വലി 10 സെൻറ്റിമീറ്ററിന് മേളിലാണ്. ഇവരുടെ പോളിസിയെക്കാളും എനിക്കറിയില്ല പണി കിട്ടുമെന്ന്. ഞാൻ എന്തായാലും ഇവരുടെ നമുക്കിത് ബോർഡിംഗ് പാസ്സായിട്ട് കിട്ടുമെന്ന് നോക്കാം. എനിക്ക് ബോർഡിംഗ് പാസ് കളക്ഷൻ്റെ ഒരു ബ്രാൻഡുണ്ട്. ആക്ച്വലി നമുക്ക് ഇത് വെച്ച് തന്നെ ഇപ്പോൾ കയറാമെങ്കിലും എനിക്കൊരു പേപ്പർ ഇറ്റ്സ് ലൈക്ക് എ സൊവനീർ, അതുകൊണ്ട് മാത്രമാണ്. സോ എന്തായാലും ക്യൂ ഇല്ലാത്തത് നോക്കട്ടെ. ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഞാൻ എല്ലാവരും പുറകിൽ നിന്ന് എനിക്കങ്ങ് ശീലമായി. ആരും ഇല്ലാത്തടത്ത് ഞാൻ പോയിട്ട് ചോദിക്കില്ല. ദീസ് ആർ ദ ഗേറ്റ്സ്. അപ്പം റയാനെയറും EasyJetഉം ഇതെല്ലാം ബഡ്ജറ്റ്. വിസ്സെയറാണ്. വിസ്സെയർ, ട്രാൻസ്വേച്ച ആൻഡ് റയാൻ, EasyJet. ഓക്കെ റേറ്റാണ് റയാൻ്റെ ക്യാബിൻ ബാഗ് സൈസ് കേട്ടോ. ഇതിനകത്തൂടെ ഇട്ട് ഇവിടെ വരണം. അതാണ് സൈസ് ഓഫ് ദ ക്യാബിൻ ബാഗ് റയാൻ. സോ നമുക്ക് ചോദിക്കാം. ഹലോ. Hi. Hi. Do you have bags to drop off? No, So nothing. just upstairs and left through security. Okay, can I get the paper boarding passes? Yeah, you have to go to my colleague over here, just in the back of the line right there. Oh, okay. Thank you. അവർ ഈ ലൈൻ പുറകെ നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും ഈ പെൺപിള്ളേരൊക്കെ ആക്ച്വലി ആംസ്റ്റർഡാം പോണ പെൺപിള്ളേർ. ഇവരെല്ലാം നമ്മുടെ ഇവിടെ ഫ്ലൈ ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. സോ ഞാൻ ചോദിച്ചു എനിക്ക് പേപ്പേഴ്സ് ഓറിയൻ്റഡായിട്ട് വേണം. അവർ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ബിക്കോസ് ഇങ്ങനെയാണല്ലോ. ഞാൻ കരുതിയത് ഡയറക്റ്റ്ലി ചെക്കിൻ കൗണ്ടറിലോട്ട് പോകാനാണ്. ബട്ട് ഇറ്റ്സ് നോട്ട്. ഒരു പേപ്പർ തരാമെന്ന് പറഞ്ഞു നമുക്ക്. ഇറ്റ്സ് ലൈക്ക് എ മെസ്സി. ഇറ്റ്സ് വെരി നൈസ്. ഐ ലവ് ഇറ്റ്. ബട്ട് ഇത് നമ്മൾ സെക്യൂരിറ്റി ചെക്കിൻ കഴിയാതെ ഇതിൻ്റെ ഒരു ഏരിയയിലോട്ട്, ഇത് ആക്ച്വലി സ്മോൾ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാനിതിൻ്റെ എയർപോർട്ട് മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ നമ്മളൊരു സ്മോൾ ഏരിയയിലാണ്. ഇത് വലിയ ലാർജ്, വൺ ഓഫ് ദ ലാർജ് എയർപോർട്ട്, ബിസിയസ്റ്റ് എയർപോർട്ടാണ്. പക്ഷേ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ 11 മണിക്ക് എത്തിയതാണ്. രാവിലത്തെ ഫ്ലൈറ്റിന് ഞാൻ നേരത്തെ എത്തിയതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഇവിടെ നടക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇറ്റ്സ് ഗ്രേറ്റിംഗ് ക്രൗഡ്. ഇറ്റ്സ് 7 മണിയായി രാവിലെ. I don't know. Yeah, I am just afraid that it's a bit too big. So if you will... I came with it as like that. Lastly, like if you check it my name, you can see I came back. Did you But I travel Yes, on the I plane? travel always with it. And did you have speedy boarding? Yes. Because you Because don't no- have speedy boarding here.
what can I do? Just tell me what you want Yes, to do. I will be. Yes, You no will worries. send it. Yes, I need to send it because it will be 10 euros less if you will take here and you will check this luggage. I just know that every day when it will come, they will charge you for this because it's just here. പറഞ്ഞില്ലേ, ഒരു ഓവർ സൈസ് ബാഗ് കൊണ്ടുവന്നാൽ മാത്രമേ ഏകദേശം നമുക്ക് കണ്ണുകൊണ്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇവർ അതിനകത്തിട്ട് ചെക്ക് ചെയ്യുള്ളൂ. ഇവിടെ ഈ അങ്കിളിൻ്റെ ബാഗിന് 58 യൂറോസാണ് അടയ്ക്കാൻ പറഞ്ഞത്. പുള്ളി കഴിഞ്ഞ ആഴ്ച ഇത് ഇട്ട് വെച്ച് ട്രാവൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞു നോക്കി എന്നിട്ട് നടന്നില്ല. Yeah, do you have luggage to drop? No, So nothing. you have boarding pass and you have only hand baggage. Yeah. You can already go to security control upstairs and to the left. Okay, can I get the paper Yes, boarding? of course. Thank Just a you second, so please. much because Can I see your document, please? do I need to take my passport or it's inside bag actually? I need to see your passport. Okay. Yeah. For 1 second. April. Yeah, April. Yeah, it will expire. This year. Okay. So after that I can travel with this card. Let me double check, but Okay. it's India and this is Danish. If he's traveling within Schengen, it's enough. Yeah. Thank you. Yes, my colleague just confirmed. Yes, so it's also fine. Thank you so much. ബോർഡിംഗ് പാസ് കിട്ടി. ആക്ച്വലി ഞാൻ അവരോട് ചോദിച്ചത് എൻ്റെ വിസ നെക്സ്റ്റ് മന്ത് എക്സ്പയർ ആവും. ബട്ട് ബിക്കോസ് ഐ എം ഹോൾഡിംഗ് ദിസ് ഡാനിഷ് റെസിഡൻസ് കാർഡ്, എനിക്കിവിടെ റെസിഡൻസ് പെർമിറ്റ് ഉള്ളത് കൊണ്ട് ഐ ക്യാൻ ട്രാവൽ എവറിവെയർ. ഞാനൊന്ന് ഡബിൾ ചെക്ക് ചെയ്താണ് പറ്റും. മൈ ഫ്രണ്ട്സ് ആർ ട്രാവലിംഗ് ഓൾ അറൗണ്ട് ദ വേൾഡ്, ഐ മീൻ ഓൾ the countries in Europe. So ഞാൻ ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ അവർ അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന പുള്ളിക്കാർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവർ കൊളീഗിനോട് ചോദിച്ചിട്ട് കൺഫേം, യെസ് ഓഫ് കോഴ്സ് യു ക്യാൻ ട്രാവൽ ഓൾ ഷെങ്കൻ കൺട്രീസ്. UK ലൊന്നും പോകാൻ പറ്റില്ല. UK ഈസ് നോട്ട് ഇൻ ബ്രെക്സിറ്റ്, സോ ദ എക്സിറ്റ് ഫ്രം ദി ബ്രെക്സിറ്റ്. സോ ഇവിടെ ഒരു CPH ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ കൊച്ചിയിൽ മറ്റേ ഡിജി യാത്ര അതേപോലത്തെ ഒന്ന് സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഞാനതൊന്നും എടുത്തില്ല. എൻ്റെ ഫോണിനൊന്നും അത് സ്റ്റോറേജും ഇല്ല, ബാറ്ററി ഇല്ല, അതുകൊണ്ട് നടക്കില്ല. സോ അപ്പോൾ സെക്യൂരിറ്റി ചെക്കിനായി, സെക്യൂരിറ്റി കൺട്രോൾ. ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ boarding pass scan ചെയ്താൽ മതി എന്ന് തോന്നുന്നു. I guess so. Yeah, it's open. So we are going to, it's have some queue in the flight within maybe Patroniai, I don't know. We are in the Copenhagen duty free. So much diet, perfume, Mentos, Coach whiskey, James Watson, 43 watt, 43, Black Bush, and everything you can get. Actually, ഈ എയർപോർട്ടിൽ ഈ ഡ്യൂട്ടി ഫ്രീ അകത്തൂടെ വരാതെ ആക്ച്വലി വേറൊരു ഡോറുണ്ട്. ഐ ഡോണ്ട് നോ ദ ഡോർ. ടാക്സ് ഫ്രീ ആണ് ഇവിടെ വാങ്ങിക്കുന്ന സാധനമൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ. ബട്ട് ഇവിടെ ഈ ഡ്യൂട്ടി ഫ്രീക്കകത്ത് വരാതെ അലർജി ഉള്ളവർക്ക് ഡയറക്റ്റ്ലി ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട്. ബട്ട് ഐ ഡിഡ്ന്റ് ഫൈൻഡ് ദാറ്റ് എനിവേ. ഐ ഡോണ്ട് നോ, മേ ബി അവിടെ തന്നെ എവിടെയെങ്കിലും ആയിരിക്കും. ആക്ച്വലി എൻ്റെ ബാഗ് ഭയങ്കര ടൈറ്റ്ലി പാക്കഡ് ആയതുകൊണ്ട് കുറച്ച് ബൾക്കി ആയിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ സ്ട്രാപ്സ് പിടിച്ച് ശരിക്കും മുറുക്കി. അവിടെ ചെന്ന് പെട്ടെന്ന് റഷായി, പെട്ടെന്ന് ആക്ച്വലി എന്നാ പറയുക, what a beautiful thing. It's so cool, man. നല്ലതുണ്ട്. എൻ്റെ ബോർഡിങ് ഗേറ്റ് ഏതാന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. മേ ബി ഐ വിൽ ചെക്ക്. ഈ ഫയൽ ഈ ബാഗിൽ നിന്ന് എടുത്തു. ഈ ഫയൽ മൊത്തം ബാഗ് അഴിച്ചാലേ ഈ ഫയൽ എടുക്കാൻ പറ്റുള്ളൂ, വെക്കാൻ പറ്റുള്ളൂ. ദെൻ എൻ്റെ ബോർഡിങ് ഗേറ്റ് ഒന്ന് നോക്കട്ടെ, എവിടെയെങ്കിലും ഒന്ന് ബാഗ് വെക്കാനുള്ള ഒരു സ്പേസും കിട്ടും നോക്കട്ടെ. സോ ക്യൂട്ട് അല്ലേ?
320 ക്രോണ, ഏകദേശം 3400 രൂപ. ഇത് സൗദിയുടെ പ്രോഡക്റ്റാണ്. പെട്ടെന്ന് നിയോമെന്ന് കണ്ടു ഞാൻ. സൗദി മണം വരുന്നു. അതൊന്നോ ലെഗോസ് ആക്ച്വലി ഈ ഡെൻമാർക്കിൻ്റെ ആണ്. ലെഗോലാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ ട്രാവൽ അഡാപ്റ്റർ. ഇവിടെ ഒന്നും എൻ്റെ ഫോൺ ചാർജ് കയറൂല. ഐ നീഡ് ബൈ ദിസ് തിങ്. 93 രൂപ. അതിൽ താഴെ പോയി. 93 എന്ന് പറയുമ്പോൾ നിയർലി 1100 രൂപല്ലോ ആയിരിക്കും. ഐ നീഡ് ടു ബൈ സംതിങ് ലൈക്ക് ദിസ് ഓർ ദിസ്. ഐ ഡോണ്ട് നോ. എനിക്ക് പാസ്പോർട്ട് സ്റ്റാമ്പിങ് കിട്ടിയില്ല ഗൈസ്. ഇത് ലൈക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലെ ഡൽഹിക്ക് പോണ പോലെ ഒരു ഡൊമസ്റ്റിക് ട്രാവലാണ് വേറെ കൺട്രീസ്. സോ എനിക്ക് പാസ്പോർട്ട് സ്റ്റാമ്പിങ് പോലും കിട്ടില്ല. ഈ വൃത്തിയേട്ടന്മാർ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇനി അവന്മാർ പിടിച്ചില്ല, ഇവിടെ വന്ന് പിടിക്കാൻ വേണ്ടി ഇവിടെയും അതിൻ്റെ സൈസ് ചെക്ക് ചെയ്യുന്ന സാധനം ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരുടെ ഒരു മേ ബി ഒരു 10 മിനിറ്റിനുള്ളിൽ ഗേറ്റ് ഓപ്പൺ ആകും. എൻ്റെ ഫ്ലൈറ്റ് ഇതുവരെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഗായ്സ് യൂറോപ്യൻ രാജ്യത്ത് തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. ബജറ്റ് എയർലൈൻസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നടത്തിക്കൊണ്ടാണ് പോണത്. ഒരു എയറോ ബ്രിഡ്ജ്, ഒരു ടാക്സി. ഞാൻ ഇന്ത്യയിൽ പല യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെ ഞാൻ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടില്ല. ഐ മീൻ ഗേറ്റിൽ നിന്ന് നേരെ എയർലൈനിലോട്ട് നടന്ന് പോയിട്ടില്ല. ഇപ്പം അതായി. അതിന് നമ്മുടെ സ്വന്തം CPH എയർപോർട്ടിൽ ഈ വണ്ടി അല്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ ഇത് ബെർലിൻ പോകുന്ന വണ്ടിയാണ്. ഇത് നേരത്തെ ഞാൻ വരുന്ന കാണിച്ചത്. ഇതാണ് ആംസ്റ്റർഡാം നെതർലാൻഡ്സ് പോകുന്ന വണ്ടി. Small bags and other items need to replace on the receipt. ഇമിഗ്രേഷൻ ഉണ്ട്. പാസ്പോർട്ട് നല്ല തിരക്കാട്ടോ. എത്ര ബാഗേജ് ബെൽറ്റാണെന്നറിയാമോ? 24 ബാഗേജ് ബെൽറ്റാണുള്ളത്. മാത്രം ഞങ്ങളുടെ പുറകെ തന്നെ 6 എക്സിറ്റ് ഇതാണെന്ന് തോന്നുന്നു. നോ ഗുഡ്സ് ടു ഡിക്ലെയർ, നോ ഗുഡ്സ് ടു കസ്റ്റമേഴ്സ് നോ ഗുഡ്സ് ടു ഡിക്ലെയർ. easy. Oh shit, we are in the country. Buses and trains. Huge welcome. Starbucks ഒക്കെ ഉണ്ട്. എൻ്റെ ഫോൺ ഒട്ടും ചാർജില്ല. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനാണ്. കാരണം ഐ നീഡ് ടു ഫൈൻഡ് ഇന്ത്യൻ ടു EU കൺവേർട്ടർ. ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ആക്ച്വലി ഇന്ത്യൻ പ്ലഗ് എൻ്റെ വീട്ടിലൊക്കെ സപ്പോർട്ട് ചെയ്യും. ബട്ട് ഇവിടെ എയർപോർട്ടിലോ എവിടെയും നമ്മുടെ പ്ലഗ് കയറുന്നില്ലെന്നല്ല, ഇറ്റ്സ് നോട്ട് ഫിറ്റിംഗ് ഇൻ പ്രോപ്പർലി. ഞാൻ ഇവിടെ നോക്കട്ടെ എത്ര രൂപ. ഞാനൊരു പവർ ബാങ്ക് കണ്ടു 20,000 mAh 53 യൂറോ. ബട്ട് ഇത് വാങ്ങിക്കാതെ വേറെ വഴിയില്ല എന്നുള്ള അവസ്ഥയായി. ഇത് നഷ്ടമായി. 26 യൂറോയ്ക്ക് 2600 mAh ഉള്ളൂ. നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇത് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു ഇമിഗ്രേഷൻ ഒരു ഇതുമില്ല. നമ്മൾ നമ്മുടെ നാട്ടിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിപ്പോൾ അല്ല KSRTC ബസ് വന്ന് ഇറങ്ങി പോകുന്ന പോലെ ആ ഒരു ഫീൽ എനിക്കുണ്ടായുള്ളൂ. ഒരു രാജ്യമാണെന്ന് തോന്നിയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാജ്യങ്ങളൊക്കെ ബൗണ്ടറീസും റെസ്ട്രിക്ഷനും ഒക്കെ എത്രത്തോളം മാറിയെന്ന്. സോ എല്ലാ രാജ്യങ്ങളും ഐ വിഷ് സോ നമ്മുടെ ഇന്ത്യക്കും പാകിസ്ഥാനിലോട്ടും ബംഗ്ലാദേശിലോട്ടും എല്ലാ രാജ്യത്തോട്ടും ഈസി ആയിട്ട് ഇമിഗ്രേഷനൊക്കെ ഈസി. ആൾക്കാർ നല്ലതാവണം. നാട് റൂൾസ് മാത്രമല്ല, നമ്മളും നന്നായാൽ ഇതൊക്കെ പോസിബിൾ ആവുള്ളൂ. ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെ. ഞാനിപ്പോൾ കറൻ്റ്ലി ഷിപ്പോളിൽ ഇവിടെ ഇപ്പോൾ ഡാം സ്ക്വയറിലായിരുന്നു. ഓ ഫക്ക് ഷിറ്റ്, വണ്ടർഫുൾ ഷിപ്പോൾ എയർപോർട്ട് ബാഡ്ജ്. ഞാനിപ്പോൾ കറൻ്റ്ലി ഇവിടെ ഒരു ആംസ്റ്റർഡാം ഉണ്ട്. അതാണ് ഫേമസ് ഒരു സൈനാണ്. അത് നോക്കി നടക്കുകയാണ്.
ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഓ, ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ ആയിരുന്നത് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ഏകദേശം ആ ഒരു ഊഹം വെച്ചാണ് വന്നത്. ഇവന്മാരത് ഇവിടെ നിന്നും എടുത്തിട്ട് മാറ്റിയെന്ന് തോന്നുന്നു.